and shake your hips. ഇതിനെ ഫുള്ള് ഏരിയയിലോട്ടൊക്കെ ചെല്ലുമ്പോൾ മലയാളികളായിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റുക. താങ്ക് യു താങ്ക് യു. കുട്ടിയുടെ മേലെ കയറിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ബൈക്ക് സൂപ്പർ. ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലും മാത്രം കണ്ടു പരിചയിച്ച ഭൂമിയിലെ സ്വർഗം കാശ്മീരിനെ അടുത്തറിയാൻ 29 പേരടങ്ങുന്ന കേരളത്തിൽ നിന്നുള്ള സംഘവുമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ യാത്ര പുറപ്പെട്ടു. ഹിമാലയൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കാശ്മീർ എന്ന ഈ സുന്ദരിയെ കാണാൻ വന്ന ഓരോ ആളുകളുടെയും മുഖത്തെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ടോടുകൂടി നമ്മൾ ശ്രീനഗർ എന്ന് പറയുന്ന കാശ്മീരിൻ്റെ പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നു. അന്നത്തെ ദീർഘദൂര യാത്രയുടെ ക്ഷീണം ഹോട്ടലിൽ ഇറക്കി വെച്ച് പിറ്റേന്ന് അതിരാവിലെ ഞങ്ങൾ ശ്രീനഗറിനെ കാണാനിറങ്ങി. തുളിപ്പ് ഗാർഡനും ശങ്കരാചാര്യ ടെമ്പിളും ഹസ്രത് ബൽ മസ്ജിദും പിന്നെ നമ്മളുടെ ശിക്കാര റൈഡും ഒക്കെ ആയിട്ടുള്ളൊരു കളർഫുൾ ദിവസം. പിറ്റേന്ന് രാവിലെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ നേരെ മഞ്ഞിൻ്റെ ലോകത്തേക്കാണ് പോയത്. പ്രായഭേദമന്യേ മഞ്ഞിൽ ആളുകൾ ശരിക്കും ആഘോഷിച്ചു, ആർമാദിച്ചു. ഓരോ ആളുകളും അവരുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുന്ന സുന്ദരകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാഴ്ച അന്ന് ഗുൽമാർഗിലെ ആ ഒരു മഞ്ഞിൻ്റെ ലോകത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. തിരിച്ച് ഹോട്ടലിലേക്കുള്ള മടക്കയാത്രയിൽ എല്ലാവരും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇനി നാളെ നമുക്ക് മുമ്പിൽ കാശ്മീർ എന്താണ് തുറന്നു വെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി. ഇതുപോലൊരു കാശ്മീർ യാത്രയിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിലേ ഈ നവംബർ മാസത്തിൽ നമ്മളൊരു ഗ്രൂപ്പ് ടൂർ കൂടി കണ്ടക്ട് ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പം അതിലേക്ക് വരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ, പ്രധാനമായിട്ടും വാട്സപ്പ് നമ്പറിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വാട്സപ്പ് കോള്, കാരണം നെറ്റ്വർക്ക് പരിമിതമായ ഏരിയയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പം വേഗം ഒന്ന് കോൺടാക്ട് ചെയ്യൂ, നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യൂ, നമുക്ക് ഒരുമിച്ച് കാശ്മീർ കളറാക്കാം. ഗുഡ് മോർണിംഗ്. അപ്പം ബ്ലൂ പൈനുകളുടെ നാട്ടിൽ നിന്നും ഇതാ അണിഞ്ഞൊരുങ്ങി ഞാനും മീനിക്കുട്ടിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പോലെ നമ്മൾ ഓരോ യാത്രാ പറച്ചിലുകളും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഭയങ്കര സങ്കടമുള്ളതാണ്. പക്ഷേ പോവാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും റോഡിലായിരിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളെല്ലാവരും കൂടെ തന്നെയുണ്ട്. നമ്മളിതാ ഇതുവഴി ഉണ്ടല്ലോ, അവിടെ ദാപ്പോർ ജോയ് എന്ന് പറയുന്ന ബോർഡുണ്ട്. അതുവഴി 145 കിലോമീറ്റർ ഇവിടെ ദൂരമുണ്ട്. നമ്മൾ ആക്ച്വലി ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് നമ്മളുടെ അരുണാചലിൻ്റെ വടക്ക് ഭാഗത്തേക്കാണ്. വടക്ക് ഏറ്റവും മോസ്റ്റ് വടക്കിലോട്ട് നമ്മൾ പോവാണ്. വടക്കെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മളുടെ ചൈനീസ് ബോർഡർ ആ ഒരു ഏരിയകളാണ് ഇനിയിപ്പോൾ അങ്ങ് മൊത്തം കിടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള അഡ്വഞ്ചറായിട്ടുള്ള യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്നൊരു ലക്ഷ്യമൊന്നുമില്ല, എവിടെ എത്തുന്നു അവിടെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം കേട്ടോ. ഞാനേ ഒരു ദിവസം താമസിച്ചാണ് ഇവിടെ നിന്ന് പോകുന്നത്. അത് എന്താണെന്നുള്ളതിനൊരു കാരണമുണ്ട്. അത് എന്താണ് കാരണം എന്നുള്ളതും പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൂടിയുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരുന്നോ? ഗുഡ് മോർണിംഗ്. നാളെ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാനിത് അലക്കി ഉണങ്ങി സെറ്റാക്കുകയാണ്. നമ്മളുടെ ജോൺ സാറിൻ്റെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ, നമ്മൾ ഇവിടുത്തെ സിറോയിലെ കുറച്ച് ചിതറിയ കാഴ്ചകളിലോട്ട് പോവാണ്. നമ്മുടെ ജോണി സാറിൻ്റെ സ്കൂള് ക്ലാസ്സൊക്കെ നല്ല രീതിക്ക് ഇത് നടക്കുകയാണ്. കുഞ്ഞി കുട്ടി പിള്ളേരൊക്കെ ഉണ്ട്. ഹായ് സാർ, നമസ്കാരം. പരിചയപ്പെട്ടില്ല, നമ്മൾ ഓണത്തിന് കണ്ടേ ഉള്ളൂ. എങ്ങനെയായിരുന്നു സാറിൻ്റെ പേര് പറഞ്ഞ? ഷിനോയ്. വയനാട്ടിലെ മാനന്തവാടി. ഇപ്പോൾ സ്കൂളിൽ എത്രയായി? ഒരു വർഷം, 1.5 വർഷം? ഒരു വർഷമാകുന്നു. വൈഫ് കൂടി ഉണ്ട് അല്ലേ? ടീച്ചറുണ്ട്. കണ്ടില്ല, കാണുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ആയിക്കോട്ടെ, ഇതാണ് കേട്ടോ നമ്മുടെ ജോണി സാറിൻ്റെ സ്കൂളിൻ്റെ ആ ഒരു ബിൽഡിങ്. ജോണി സാറേ, ഇതാ ഒരു പഴയ ശൈലിയിലല്ലേ? നമ്മളുടെ ഗോതിക് ശൈലിയാണ്. ഓക്കെ, കാണാനായിട്ട് നമ്മുടെ ഊട്ടിയിലൊക്കെ ഉള്ള സ്കൂളുകളില്ലേ, ആ ഒരു രീതിയുണ്ട് കേട്ടോ. ഇതെല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പഴയ യൂറോപ്യൻ മോഡലാ. ഓക്കെ, എന്തായാലും ഓണാഘോഷമൊക്കെ കഴിഞ്ഞു, അടിപൊളിയായി. അപ്പം താങ്ക് യു. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കറങ്ങിയിട്ട് വരട്ടെ. ഓക്കെ, ഇവിടെ വരുന്ന യാത്രികരായിട്ടുള്ള ആളുകൾക്കുണ്ടല്ലോ അധികം പേർക്കും ജോണി സാറിനെ അറിയാം. നിങ്ങളും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ യാസിൻ്റെയൊക്കെ വ്ളോഗിൽ ജോണി സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം മറ്റൊരു നമ്മൾ ഓണപ്പരിപാടിക്കിടയിൽ കണ്ട ഒരു അച്ഛന്മാർ ഒരു കോളേജ് ഉണ്ട് ഇവിടെ, നമുക്ക് അവിടെ ഒന്ന് പോകണം. അങ്ങനെ കുറച്ച് മലയാളികൾക്കുണ്ടല്ലോ. ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധികവും മലയാളികളാണ് കേട്ടോ റൺ ചെയ്യുന്നത്. മലയാളി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ സ്വീകാര്യതയാണ്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ മേഖലയിലെ. നമ്മുടെ പാടങ്ങളൊക്കെ കണ്ടില്ല നിങ്ങൾ, ഗോൾഡൻ കളറിൽ ഏകദേശം കൊയ്യാനായി നിൽപ്പുണ്ട്. നമ്മളുടെ മ്യൂസിക് ഫെസ്റ്റിവൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ ഒരു ഭാഗത്തൊരു മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നുണ്ട്. അതിപ്പോൾ ഈ ഒരു മാസം 26 മുതൽ 26ആണോ 27 മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഈ സൈഡിലുള്ള ചെടികളിലെല്ലാം നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ടുണ്ടാവും.
ഇവിടെ പാടത്തൊക്കെ ഇതാ അവിടെ ചേച്ചിമാരൊക്കെ പണിയിലാണ്. ആക്ച്വലി ഇവർ ആദ്യമേ പറിച്ചെടുക്കുന്നുണ്ടല്ലോ, അതാ പാടത്തിൻ്റെ സൈഡിൽ കൂടി നിങ്ങൾ ആ കറുത്ത കാണുന്നുണ്ടോ, അതെന്ന് പറയുന്നത് ഇവിടുത്തെ റാഗിയാണ് കേട്ടോ. ആ റാഗിയാണ് പറിക്കുന്നത് ആദ്യമേ. ഈ റാഗി എന്തിനാണെന്നറിയാമോ? അപ്പുങ്ങെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ നാടൻ മദ്യം, ഞാൻ പണ്ട് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ, പണ്ടല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ആ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബ്ലൂ പൈനുകളൊക്കെ നിറഞ്ഞ ഈ ഒരു സുന്ദരമായ വഴിക്കൂടെ ഉണ്ടല്ലോ നമ്മൾ ആദ്യമായിട്ട് പോകാൻ പോകുന്നത്. ഈ ഒരു മേഖലയിലൊക്കെ ഉണ്ടല്ലോ പ്രധാനമായിട്ടും ഈ മലയാളി മാനേജ്മെന്റുകളാണ്, കോളേജുകൾ, സ്കൂളുകൾ, വിദ്യാഭ്യാസ മേഖല അവരാണ്. അപ്പം നമ്മളും മലയാളികൾ കേരളത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് മെയിനായിട്ടും ഇതുപോലുള്ള മാനേജ്മെന്റുകളുടെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കീഴിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളാണ്. ഇവിടെയുള്ള എല്ലാ വലിയ പൊസിഷനിലൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്ക് കേരളത്തിനോടും നമ്മളോടൊക്കെ ഒരു മതിപ്പും മമതയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്ത് അതുപോലെ പല സ്കൂളുകളും കോളേജുകളും ഉണ്ട്. അതിലൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു കോളേജാണ് ഈ പറയുന്ന സെയിൻറ്റ് ക്ലാരറ്റ്. അപ്പോൾ ഞാൻ അങ്ങോട്ടായിട്ട് പോവുകയാണ് കേട്ടോ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ റിട്ടേൺ പോകുകയാണെന്ന് തോന്നുന്നു. സീറോയുടെ ഏത് ഭാഗത്ത് ചെന്നാലും ബ്യൂട്ടിക്കൊന്നും ഒരു കുറവില്ല. എന്നാ ഒരു രസമാണെന്ന് അറിയാം ഈ ഒരു നാട് കാണാനായിട്ട്. നമ്മളിതാ കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി വന്നു. ഫാദർ ഡെൻസിസ് അച്ഛൻ നാട്ടിലെവിടെയായിരുന്നു? പാലായിൽ. ഓക്കെ, ഇതെല്ലാം അച്ഛൻ്റെയും ശിഷ്യന്മാരുടെയും കരവിരുതാണ് കേട്ടോ. എന്തായാലും ഓണത്തിന് പരിചയപ്പെട്ടു. ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. മെയിനായിട്ട് 20 വർഷത്തിലേറെ പാരമ്പര്യമുള്ള അരുണാചൽ പ്രദേശിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള പ്രൈവറ്റ് കോളേജുകളിലൊന്നാണ് ഇപ്പോൾ സെയിൻറ്റ് ക്ലാരറ്റ്. നമ്മുടെ ഡെൻസിസ് അച്ഛനെ കുറിച്ച് ഇനി പറയാലോ. ആളൊരു കലാകാരനാണ്, നല്ലൊരു ചിത്രകാരനാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള അദ്ദേഹം വരച്ച ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുറേ അധികം നേരം ഓരോ ചിത്രങ്ങളിലേക്കും കണ്ണിമ വെട്ടാതെ പോയി അതൊക്കെ കണ്ടു. നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ അതൊക്കെ. അതിനുശേഷം അവരുടെ തന്നെ അടുക്കളത്തോട്ടത്തിലുള്ള സബർജില്ലി തോട്ടത്തിലേട്ടാണ് നമ്മൾ പോയത്. അവിടെ നിന്നും വയറ് നിറച്ച് നമുക്ക് കഴിക്കാനുള്ള സബർജില്ലിയും അച്ഛൻ തന്നു വിട്ടു. ഫ്രണ്ട്സ്, സീറോ എന്നുള്ള എൻ്റെ പോക്കുണ്ടല്ലോ നടന്നില്ല. ഞാൻ ഇന്നലെ നേരെ കോളേജിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ കാണാനായിട്ട് നമ്മളുടെ രാധാകൃഷ്ണ സാറും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്നുള്ളൊരു പോക്ക്, അങ്ങനെ പോവല്ലേ, ഒരു പൊറോട്ടയൊക്കെ ഉണ്ടാക്കി തരാം, അത് കഴിച്ച് ഒരുമിച്ച് കൂടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം പൊറോട്ട എന്ന് കേട്ടപ്പോൾ ഞാനും വീണു കേട്ടോ. കാരണം പൊറോട്ടയൊന്നും ഇനി എവിടെയും കിട്ടത്തില്ല. ഹായ്, നമ്മുടെ ലവ് ഷോറിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞു ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി ഒന്നുകൂടി കണ്ട് എല്ലാവരോടും ഒന്ന് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകാമേ. നമുക്കിതാ നല്ല കിടിലം പോലത്തെ അടിച്ച പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള താങ്ക്സ് പറയാൻ വേണ്ടി നമ്മളുടെ യൂട്യൂബർ say thanks to them na Thanks. ഓക്കെ, ഇതൊന്നും ഇതാ ഇവിടെ നിന്ന് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പൊറോട്ട ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോവാണ്ട് നിന്നത്. ഓ താങ്ക് യു. ഇനി നമുക്ക് ഈ നാടിനോട് വിട പറയാം. ഓക്കെ ബൈ, താങ്ക് യു. സ്നേഹം മാത്രം. അപ്പോൾ ബൈ, തീർച്ചയായിട്ടും കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം ഡാമിൽ നിന്ന് റിട്ടേൺ വരുമ്പം ഒരു 100 കോടി മുടക്കി പണിത ഒരു റോഡിൻ്റെ ഒരു വിഷ്വൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ ഇട്ട സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, അത്രയും കോടി നഷ്ടപ്പെട്ടതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കുറച്ചധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ അവരെ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഈ റോഡ് കണ്ടോ നിങ്ങൾ, ഇത് നമ്മളുടെ BRO ചെയ്തേക്കുന്ന റോഡാണ്. എത്ര പ്രൊഫഷണലായിട്ടാണ് അവർ റോഡ് കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇത് ടാർ ചെയ്ത് ഇട്ടേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെയും പണി ചെയ്യാം, അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയും പണി ചെയ്യാൻ പറ്റും. അതിനിടയ്ക്ക് വേറെ ചില ആൾക്കാർ ചില നിഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കമൻറ്റുകളൊക്കെ ആയിട്ട് വന്നു. ആദ്യം തന്നെ ഞാൻ പറയാം, എന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ കീഴിൽ കൊണ്ടുപോയി കെട്ടാൻ ആരും ശ്രമിക്കണ്ട. ഞാൻ നല്ലത് കണ്ടാൽ നല്ലതെന്നും മോശം കണ്ടാൽ മോശമെന്നും. തീർച്ചയായിട്ടും ഇതുവരെ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന നിങ്ങൾക്കറിയാം, നമ്മുടെ ഫാമിലിക്കറിയാം ഞാൻ എത്രമാത്രം ആ ഒരു രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു ഭാഗത്ത് ഞാൻ എന്താ പറയുക, തുറന്ന് പറയേണ്ട അതൊരു സമ്മതിക്കേണ്ട, അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. BJP ഗവൺമെൻറ് കേന്ദ്രത്തിൽ വന്നതിന് ശേഷം നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ റൂറൽ മേഖലകൾ, പ്രധാനമായിട്ടും ബോർഡർ മേഖലകളിലോട്ടൊക്കെയുള്ള
റോഡുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടല്ലോ ഒരു കഴിഞ്ഞ ഒരു 50 വർഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു 50 വർഷം നടക്കാത്തതിൻ്റെ എത്രയാ പറയുക ഒരു 10-50 ഇരട്ടിയിലധികം രീതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് ഓഡിറ്റിങ്ങൾ, പ്രധാനമായിട്ട് നാഷണൽ ഹൈവേ ഈ കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഡയറക്റ്റ് എടുത്ത് നടത്തുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓഡിറ്റിങ്ങിനൊക്കെ വിധേയമാകുന്നുണ്ട്. കാരണം ആസാമിലൊക്കെ നാഷണൽ ഹൈവേ റോഡുകളുണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ ഒരു ടീമിനെ കൊടുക്കും. അവരത് കട്ട് ചെയ്ത് അതും പൂർണ്ണ ഇതോടെ കട്ട് ചെയ്ത് മുഴുവനായിട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗഡുക്കളായിട്ടാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മുക്കാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് ചെയ്താൽ മാത്രം അത് കിട്ടത്തുള്ളൂ. അതുകൂടാതെ ടാർ ചെയ്ത് ഇട്ടതിന് ശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടിയാണ്, ഇത്ര വർഷത്തേക്കെന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടിയാണ് പൈസ കൊടുക്കുന്നത്. അപ്പം അവർക്കും ആ ഒരു പൈസ ഡയറക്റ്റ് അങ്ങ് കൊടുക്കുകയല്ല ചെയ്യുന്നത്, അതും കുറേശ്ശെയായിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ ആ ഒരു രീതിയിൽ കുറയ്ക്കാൻ പറ്റി. പക്ഷെ ഞാൻ പറഞ്ഞത്, എന്നാലും നമ്മൾ കൊടുക്കുന്ന ഫണ്ട് കറക്റ്റായിട്ട് വിനിയോഗിക്കാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ ഓഡിറ്റ് ചെയ്യണം, നമ്മൾ നോക്കി നടത്തണം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നടത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതും പറ്റത്തില്ല, ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അന്നേരം അതിനെ പല രീതിയിൽ ആളുകൾ മനസ്സിലാക്കുന്നതിൻ്റെ രീതിയായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ പറയാനുള്ളത് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരെങ്കിലും എന്നെ തെറി വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്നെക്കെതിരെ മോശം കമൻറ്റോ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ചെയ്തുകൊണ്ടോ ഞാൻ ആ പറച്ചിൽ നിർത്താൻ പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം, അതിൻ്റെ ഗ്യാപ്പിൽ കൂടി വേറെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ട് വേറെ രീതിയിൽ ആരും പറയാനും നിൽക്കേണ്ട കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്ത് നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഞാൻ നിങ്ങളെ ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത്. ഇനിയിപ്പം അങ്ങോട്ടേക്കുള്ള ഭൂപ്രകൃതി ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നിൽക്കുമ്പോൾ ഒരു മല ടോപ്പിലാണ് നമ്മൾ എത്തിയത്. ഇതുണ്ടെങ്കിൽ നല്ല നിബിഡ വനങ്ങളാണ്, അതുപോലെ തന്നെ നല്ല മലകളാണ്. ആ ഒരു മേഘം കയറി നിൽക്കുന്ന ഭാഗങ്ങൾ കണ്ടോ നിങ്ങൾ, മഞ്ഞുകാലത്ത് മഞ്ഞു പെയ്യുന്നൊരു മേഖലയാണ്. ആ ഒരു സമയത്ത് ഒരു പ്രത്യേക ബ്യൂട്ടി ആയിരിക്കും കേട്ടോ ഉള്ളത്. ഈ മലകളൊക്കെ നമുക്കിനിപ്പോൾ കയറി ഇറങ്ങി അങ്ങ് ബോർഡർ ഏരിയയിലേക്ക് യാത്ര ചെയ്യാനുള്ളതാണ് കേട്ടോ. ഞാൻ ആ പറഞ്ഞതിൽ വീണ്ടും വിവാദം ഉണ്ടാക്കേണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു കേട്ട കഥയാണ്, എനിക്കറിയില്ല ഇതിലൊക്കെ എത്രമാത്രം സത്യം ഉണ്ടെന്നൊക്കെ ഉള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു സമയത്ത് ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡർ ഭാഗത്തെ റോഡുകളൊന്നും നല്ല രീതിക്ക് റെഡിയാക്കി ഇടാൻ പാടില്ല, പാലങ്ങളൊന്നും നിർമ്മിച്ചിടരുത്. കാരണം ശത്രു സൈന്യം പെട്ടെന്ന് കയറി വരും. അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇന്ത്യ ആ സ്ട്രാറ്റജി വെച്ച് മുന്നോട്ട് പോയപ്പം ചൈന സ്ട്രാറ്റജി മാറ്റി. അവർ ബോർഡറിലോട്ടൊക്കെ ബുള്ളറ്റ് ട്രെയിൻ വരെ വരുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിൽ അവർക്ക് വലിയ രീതിയിലുള്ള ആധിപത്യമുണ്ട്. അത് പതുക്കെ കുറഞ്ഞു വരികയാണ് ഈ ഒരു മേഖലകളിലേക്ക് നമ്മളുടെ റോഡുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നതോടുകൂടിയേ. നമ്മളുണ്ടല്ലോ രാഗ എന്ന് പറയുന്ന ടൗണ് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് ഓണപ്പരിപാടിക്ക് ഒരു 3 ആൾക്കാരെ നോക്കി വെക്കാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പം ആ നോക്കി വെച്ച ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട് നല്ല റോഡാണല്ലോ ദൈവമേ, നല്ല ഓഫ് റോഡാണല്ലോ, അത്യാവശ്യം ചരൽ റോഡാണ്. അപ്പം ആ ഫാദേഴ്സ് ഉണ്ടല്ലോ, ഇവിടെ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്കൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എവിടേക്കാണ് നമ്മളുടെ ആൾക്കാർ എത്തിപ്പെട്ടിട്ടുള്ളതെന്നുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ ഉള്ളി ഏരിയയിലോട്ടൊക്കെ ചെല്ലുമ്പോൾ മലയാളികളായിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റുക, അവർ അത് അവിടെ നിന്ന് കൈ പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെയുള്ളത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അരുണാചലിലേക്ക് ഇന്ന് റൂറൽ മേഖലകൾ എത്തി കേട്ടോ. ഹായ്, നമ്മുടെ ബാമ്പു കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഇതാണ്. ഹലോ, ഹായ്. ഇഷ്ടപ്പെടുവോ? വെൽക്കം. താങ്ക് യു. വെൽക്കം. താങ്ക് യു. എല്ലാവരും കേരളത്തിൽ നിന്നുള്ളവരാണോ? ഓ, ഇത് ഒരു കൊച്ചു കേരളം ഇവിടെയും അല്ലേ? ഒരു കൊച്ചു കേരളം ഇവിടെയെന്ന്. ഓക്കെ, ഹായ്. നമ്മുടെ ഈ ഒരു മലയുടെ മേലെ ഉണ്ടല്ലോ, ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള നല്ല എന്താ പറയുക ട്രഡീഷണൽ ബിൽഡിങ്. എന്താ അച്ഛൻ നാട്ടിലെവിടെയായിരുന്നു? ഇരിട്ടി, കരുവഞ്ചാൽ. ഓക്കെ, കൊഹിമേലല്ലേ? ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, ബാ, ജസ്റ്റ് കണ്ടേ ഉള്ളൂ, പരിചയപ്പെടുത്ത്. നമ്മള് ഓണത്തിന് കണ്ടായിരുന്നു. കണ്ടായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണമെന്ന്. കട്ടപ്പന ജോസ്കിരി. ഓക്കെ, ഇനി 2 പേരും കൂടി ഉണ്ടായിരുന്നല്ലോ, ഒരാളുള്ളേ. ഇങ്ങോട്ട് ബാ, പരിചയപ്പെടുത്തിയില്ല. ലിജോ. ഓക്കെ,
ഇടുക്കി ഇടുക്കി. കട്ടപ്പനയാണോ? കട്ടപ്പന തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്കൂൾ. ഇവിടെ എത്ര പേരുണ്ട്? LKG UKG 1ാം ക്ലാസ്. LKG UKG 1ാം ക്ലാസ്. കുഞ്ഞു കുരുന്നുകളല്ലേ? കാണാൻ പറ്റുമോ ക്ലാസ്? 110 പിള്ളേരുണ്ട്. ഓക്കെ, 2 വർഷമായിട്ടാണ് കേട്ടോ ഈ ഒരു സ്കൂൾ തുടങ്ങിയിട്ട്. Good afternoon. Hi bolo, hi bolo. How are you? How are you all? Oh. सर केरला से आया है, नाम सुधी. सुधी. क्या है? Sudhi. हाँ सर, जो फेमस YouTube ब्लॉगर है, YouTube ब्लॉगर है. आप सभी अभी जल्दी वायरल हो जाएगा केरला में, ठीक है? इसलिए थोड़ा टाइम के बाद आप सभी का डांस और सभी डांस करेगा ना? हाँ, yes. मेरे को डांस देखना चाहिए. ठीक है ना? अभी നമ്മുടെ അരുണാചലിന്റെ പുതുതലമുറ കേട്ടോ. UKG. ഇത് LKG ആണ്. ഓക്കെ, ശരിക്കും ഇത് ഈ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത് നല്ല രസമുണ്ട് ശരിക്കും. നമ്മളുടെ പണ്ട് ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ ഓലപ്പരകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ, ഒരു നെസ്റ്റാൾജിക്. ഒരു ട്രഡീഷണൽ രീതിയിൽ ഇത് നിഷി ബെൽറ്റ് ആണ്. ഓക്കെ, ഇവരുടെ വീടുകൾ പോലെ ഈ രീതിയിൽ തന്നെയാണ്. ആണല്ലേ? ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹൗ ആർ യു? ആണോ? ഓക്കെ, ഇത് 1ാം ക്ലാസ്സിലെ സെക്ഷനാണ്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഇവിടെ ഇപ്പോൾ എത്ര ടീച്ചേഴ്സ് ഉണ്ട്? ഞങ്ങള് മൂന്ന് ടീച്ചേഴ്സ്, സെക്ഷൻ, 3 ഫാദേഴ്സായിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട് പിള്ളേരൊക്കെ? പിള്ളേരൊക്കെ അടിപൊളി ആണോ? ആ, കണ്ടു, ഭയങ്കര സ്മാർട്ടാണ്. ഇവരുടെ ഡാൻസും കാണാല്ലേ? ഓക്കെ, താങ്ക് യു. ഇതാണ് കേട്ടോ നമ്മളുടെ UKG സെക്ഷൻ ഉള്ളത്. അപ്പം ഹലോ ഇപ്പം കുട്ടികളുടെ എല്ലാവരും കൂടി വിളിച്ചു കൂട്ടി ചെറിയൊരു അസംബ്ലി പോലെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവരും കാണാം കേട്ടോ. ശരിക്കുള്ള നമ്മൾ പണ്ട് ഞാൻ LP സ്കൂളിലൊക്കെ പോയ ഒരു സമയത്ത് ചെറിയ ക്ലാസ്സുകളില്ലേ, ആ ഒരു സമയമൊക്കെ ഇതുപോലെ ഇങ്ങനെ സ്കൂളുകളിലോട്ടൊക്കെ വരുമ്പോഴല്ല നമുക്ക് അങ്ങനെയൊക്കെ ഒരു നെസ്റ്റാൾജിക് മൊമെൻറ്റുകൾ വരും കേട്ടോ. അതായത് നിങ്ങൾ കുഞ്ഞു കുട്ടികൾ. Join your hand, close your eyes. നമുക്കുള്ള സ്വീകരണമാണ് കേട്ടോ ഈ കാണുന്നത്. Welcome father. आवाज नहीं, और जोर से करेगा. Well. Come. Well, come. Welcome father. Very good. ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ തണുപ്പാകും എങ്ങനെയാ? നല്ല തണുപ്പാകും. അപ്പോൾ ക്ലാസ് ഉണ്ടാവും എങ്ങനെയാ? ക്ലാസ് ഉണ്ടാവും. ഞങ്ങൾ 1 മാസം വിന്റർ വെക്കേഷൻ കൊടുക്കും. 1 മാസം, ഡിസംബർ 15 മുതൽ ജനുവരി 15. അങ്ങനെയാണ് ഇവിടുത്തെ അവധി വരുന്നത്. ഓക്കെ. ഇതിപ്പം ഇവിടെ അടുത്ത ഭാഗത്തു നിന്നൊക്കെ ഉള്ള പിള്ളേർ, അടുത്ത ഭാഗം കുറേ വില്ലേജുകളിൽ നിന്നാണ് വരുന്നത്. 10 കിലോമീറ്റർ ദൂരത്തിലുള്ള. ഓക്കെ, ഇത് ഡേ സ്കൂളായിട്ടാണോ അതോ ഡേ സ്കൂളായിട്ടാണ്? ഓക്കെ, ഹോസ്റ്റലൊന്നും ആയിട്ടില്ല, പുതിയതായിട്ട് 2 വർഷമായുള്ളൂ. 2 വർഷമായിട്ടില്ല. ഓക്കെ, 110 പിള്ളേരോളം ഉണ്ട്. 110 പേരല്ലേ? ഓക്കെ. ഇവിടെയുള്ള പാരൻസ് ഒക്കെ എങ്ങനെയാ? അധികം കർഷകരാണോ? അങ്ങനെയാണ് നമ്മുടെ ഈ കുട്ടികളുടെ പേരൻസ് രണ്ടുമുണ്ട്. സാധാരണ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത കർഷകരായിട്ടുള്ള പേരൻസ് ഉണ്ട്. പിന്നെ ജോലിക്ക് വേണ്ടി വന്നിരിക്കുന്നവര്. ഇത് ഡിസ്ട്രിക്ട് ക്വാർട്ടേഴ്സ് കൂടെയാണ്. ഇത് കമല ഡിസ്ട്രിക്റ്റിന്റെ ഒരു ഡിസ്ട്രിക്ട് ക്വാർട്ടറാണ് രാഗ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ജോലിക്ക് വേണ്ടി വന്നിരിക്കുന്ന പേരൻസിന്റെ കുട്ടികളും ഉണ്ട്. എല്ലാ 2 കുട്ടികളുണ്ട്. ഓക്കെ. फादर को वेलकम करो. सभी तालियां बजाओ. थैंक यू. सुरेश. अभी सुधी सार को कौन? डेविड आ जा.
सभी तालियां बजाओ। താങ്ക് യു. ഷെയ്ക്കാൻ ഷെയ്ക്കാൻ. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ രീതിയാണ് ഇത്. निशी शाल ഓ ഇതാണ് നിഷി ഷാള വരുന്നത് അല്ലേ? ഓക്കെ നൈസ്, കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നു. पिसार जो मिचुका जा रहा है ना? हाँ मिचुका जा। अच्छा से डांस करने से घूमने जाएगा, ठीक है? Are you ready? നമുക്ക് വേണ്ടി ഡാൻസ് കേട്ട പിള്ളേരുടെ ഒക്കെ എല്ലാവരും ഒരുമിച്ച് and shake your hips. നമ്മുടെ ആക്ഷൻ സോങ് ഇല്ലേ നമ്മുടെ നാട്ടിലെ ആംഗ്യപ്പാട്ട്, അതേ പാട്ട് കേട്ടോ. നമ്മുടെ ടീച്ചർ ഇതാ അവിടെ നിന്ന് കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിള്ളേരെല്ലാവരും ടീച്ചറിനെ കൂടി നോക്കിയിട്ടാണ്. നമ്മൾ ഡാമിനൊക്കെ പോയപ്പോൾ കണ്ടില്ലായിരുന്നോ? താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇന്നുണ്ടല്ലോ ഇവിടെയുള്ള ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ കൂടി ഉണ്ട്. അന്നേരം ഇപ്പം അസംബ്ലി വെച്ചിട്ട് കൊച്ചിൻ്റെ ബർത്ത്ഡേ കൂടി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. Ready, 1, 2, 3, start. Happy birthday to you, dear Sean. Happy birthday to you. May the good God bless you, bless you, bless you. May the good God bless you, dear Sean. Happy birthday to you. ബർത്ത്ഡേയുടെ മുട്ടായി വിതരണമാണ് കേട്ടോ എല്ലാവർക്കും ഉള്ളത്. ഹലോ വെരി ഗുഡ്. ഒക്കെ നമ്മൾ വന്ന പ്രമാണിച്ച് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇവർ പാടിത്തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കയ്യടികൾ നമുക്ക് ലൈക്കായിട്ടും കമൻ്റായിട്ടും വരണേ. ഹലോ ഡാൻസാരാണ്. ഓ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടി ഡാൻസ് ഉണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ല നിങ്ങൾ, നല്ല പച്ചപ്പുള്ള. നമ്മൾ സീറോയിൽ ബ്ലൂ പൈനാണ് കണ്ടെങ്കിൽ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും അത് മാറി. ഈ കാണുന്നത് ബാംബൂസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ ട്രൈബലും ചേഞ്ച് വന്നു. നമ്മളുടെ സീറോയിലാണെങ്കിൽ അപ്പത്താനി ട്രൈബ്സ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് നിഷി ട്രൈബ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡാമിലൊക്കെ പോയപ്പോൾ കണ്ടില്ലായിരുന്നു, ആ ഒരു രീതിയിലുള്ള ട്രൈബൽ ആളുകളാണ്. ഇവരധികവും കൃഷിക്കാരാണ്, അതും മലയിലുള്ള ഇതാണ്. പണ്ട് കാലത്ത് കാട്ടിലൊക്കെ വേട്ടയാടി നടന്ന ആളുകളാണ് കേട്ടോ. പിള്ളേരുണ്ടല്ലോ ആദ്യമൊക്കെ കുറച്ചൊരു അകലൊക്കെ ഉണ്ടാവും, പിന്നെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ അച്ഛമ്മേ
വാട്ട്സ് യുവർ നെയിം? കോളോലപ്പ. ഓക്കെ, അതാ അവിടെ ഒരാളിതാ നമ്മുടെ മീനുക്കുട്ടിയുടെ മേലെ കയറിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ബൈക്ക് എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര കൗതുകമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കുറച്ചും കൂടി അതായത് ഇവർക്ക് ആ ഒരു ഇത് കൗതുകം വന്ന് തുടങ്ങുന്ന ടൈം ആവുന്നുള്ളൂ കേട്ടോ. ഓക്കേ, സൂപ്പർ. സ്കൂളിൽ നിന്ന് കുറച്ച് മേലോട്ടേക്ക് കയറി വന്നത് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ദാ ഇവിടെയാണ് ഈ സ്കൂളിൽ ഇരിക്കുന്ന എക്സാക്റ്റ് പൊസിഷൻ എന്നുള്ളത്. നല്ല മലനിരകളൊക്കെ ആയിട്ട് നല്ല കിള്ളം പോലത്തെ ഒരു വ്യൂ പോയിന്റിൽ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ബൈ ബൈ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇതാ പിള്ളേരെല്ലാം അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. ബൈ ബൈ. കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പോകാത്ത പിള്ളേരൊക്കെ ഇവിടെ കളിയൊക്കെയാണ്. ഇതാ ഇവിടെയുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ പ്ലാനിൽ നിങ്ങൾക്കറിയില്ല, നമുക്കങ്ങനെ പ്ലാനുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന്. മീനുക്കുട്ടിയെ നമ്മളിവിടെ നിർത്തുന്നു. നമുക്ക് വേറൊരു പ്ലാൻ പുറകെ വന്നിട്ടുണ്ട്, ഞാൻ അറിയിക്കാം. ഇവിടെ ഒരാളുണ്ടല്ലോ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട്. എന്നെ വിളിച്ച് ഇതുണ്ടോ ബൈക്കിൽ ഞാനും വരുവാണ് എന്നെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇതാ താഴോട്ടേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടെ കിച്ചൺ. നിങ്ങൾ ആദ്യമേ ഇവിടെയാണോ താമസിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ സ്കൂളിൽ തന്നെ. ഇത് കിച്ചണൊക്കെ ആയിട്ട് പണിതേക്കുന്നത്. ആ, ഞങ്ങളുടെ വീട് പണിതുകൊണ്ടിരിക്കും. ഓക്കെ, അവിടെ പണിയുന്നുണ്ട്. ഞാൻ ഇവരുടെ വീട് പണികൾ എങ്ങനെയാണെന്ന് നമുക്കുണ്ടല്ലോ, ഇതുകൊണ്ട് കുറേ കാര്യങ്ങൾ കിട്ടി. വീടൊക്കെ എങ്ങനെയാണ് പണിയുന്നതെന്നൊക്കെ ഉള്ള തുടക്കം വരെയുള്ള കാഴ്ചയൊക്കെ നമുക്ക് കാണാം കേട്ടോ. ആദ്യമേ ജസ്റ്റ് കിച്ചണിൽ വന്നിരുന്നു കുറച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മളുടെ ബേസിൽ മരം കൊണ്ട് അടിച്ചിട്ട് ഇതുണ്ട്. അങ്ങനെയാണ് നമ്മൾ അന്ന് അവിടെയൊക്കെ പോയപ്പോൾ ഇല്ലല്ലോ കണ്ടോ. പക്ഷെ ഇവിടെ നല്ല മരം തന്നെയാണ്. മരത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് ഇവിടെ അത്യാവശ്യം ഉണ്ട്. മരമുണ്ട്, ബാമ്പും ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എല്ലാ വീടുകൾക്കും ഇതെല്ലാം ഇതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്നത്. മരത്തിനാണെങ്കിലും വില കുറവാണ്, തടിക്കൊക്കെ വളരെ വില കുറവാണ്. ഓക്കെ, ഇതാണ് കിച്ചൺ വന്നിട്ടുള്ളത്. നൈസ്. അച്ഛന്മാരൊക്കെ വന്നേ. ഇനിയിപ്പോൾ നമ്മൾ ചോറ് കഴിക്കുകയാണ്. അതിന് മുമ്പായിട്ട് കൈ ഇടണമല്ലോ. ജസ്റ്റ് ഞാൻ ഇവിടുത്തെ ബാൽക്കണിയുടെ വ്യൂ ഒന്ന് കാണട്ടെ. ഇവിടെ ഉണ്ടല്ലോ എങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബ്യൂട്ടിയാണ്. നിങ്ങൾ നേരെ ആ ഒരു ഭാഗത്തേക്കായിട്ട് നല്ല മലനിരകളും നല്ല പച്ചപ്പും. ഈ ഒരു ലൈൻ മല കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ മലയ്ക്ക് എന്തോ സംതിങ് ഒരു പ്രത്യേകത ഉള്ളൊരു മലയാണ്. പോവാം പാ. ഇതെന്താ പശുവിന് തെളിച്ച് വിടുന്നതല്ലേ. ഞാൻ പറഞ്ഞില്ല അവിടെ പ്ലാൻ മാറിയെന്ന്. ഇതാ മീൻകുട്ടിയുടെ ബോക്സൊക്കെ നമ്മൾ ഇറക്കി വെച്ചു. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടുത്തെ കാടാണ് കാട്, ഈ കാട് കണ്ടില്ലെങ്കിൽ വേറൊരു കാട് കാണാനില്ലാന്ന്. അല്ല അച്ഛൻ? അത് ഞാൻ കയ്യിൽ നിന്നിട്ടതാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി നമ്മൾ കുളിക്കാൻ പോകുന്നല്ലേ ഇന്ന് അല്ലേ? ആ, കാട്ടിലൊരു വെള്ളച്ചാട്ടം പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ അന്നത്തെ പോലെ തന്നെ കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. നടന്ന് കാട്ടിൽ കയറി ഇവിടുത്തെ കാടിൻ്റെ കാഴ്ചകൾ എന്താണെന്നുള്ളത് കാണാമല്ലോ. ബാ പോവാം. യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണല്ലോ, അൺഎക്സ്പെക്റ്റഡ് ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന് ജസ്റ്റ് ഇവരോടൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേങ്കിൽ കണ്ടില്ലേ നിങ്ങൾ, പ്ലാൻ മാറി കണ്ടില്ലേ. ഓരോ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഓടിപ്പാഞ്ഞ് പോകുക എന്നതിനേക്കാൾ ഉപരി നമുക്ക് കാഴ്ചകളും കാണാനും ഇവരൊക്കെ കൂടെ ഉള്ളപ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള ഉള്ളേരികളിലൊക്കെ പോകാനും പറ്റുക. ഇവിടെ ഉണ്ടല്ലോ അച്ഛന്മാർ ഇങ്ങനത്തെ ഒരു സ്കൂൾ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞു പിള്ളേരൊക്കെ കണ്ടില്ലേ, അവരെയൊക്കെ ഇവിടെയുള്ള സീറോയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൗണിലേക്കൊക്കെ ഉള്ള റെസിഡൻഷ്യൽ സ്കൂളിലേക്കാണ് കേട്ടോ വിടുക. അത് പിള്ളേർക്ക് പാരൻസിൻ്റെ കൂടെ ഒന്നും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാകും. ഇൻറ്റീരിയറിൽ ഇങ്ങനെ വന്ന് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്കൂളുകളൊക്കെ തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ രാഗയുടെ പ്രധാന ടൗൺ ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഈ രാഗ ഈ ഒരു ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ മല കയറി വന്നപ്പോഴത്തേക്ക് ഇതുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ അടച്ചിട്ടിട്ടാണുള്ളത്, നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല. പക്ഷേങ്കിൽ സൂര്യൻ അസ്തമിക്കാൻ പോകും. നമ്മൾ ഇനിയും കാട് കയറില്ലെങ്കിൽ ചിലപ്പോൾ ഇരുട്ടത്ത് നമ്മളോട് കുടുങ്ങിപ്പോയേക്കും. കാട് കയറാൻ പോകുന്നല്ലേ ഇന്നിപ്പോൾ. ഇതാ ഇവിടെ ഉണ്ടല്ലോ മലയുടെ 360 ഡിഗ്രി വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. കൊള്ളാമല്ലോ. ഇതാ ഇവിടെ ഗട്ട് പോലെയൊക്കെ അവരാക്കുന്നുണ്ട് കേട്ടോ. ഗട്ടെന്നാണ് കാട്ടെന്നാണ് പറയുന്നത്. എന്തായാലും നൈസ്. അച്ഛൻ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നമ്മളുടെ ഇവിടുത്തെ ഒരു മലകളെ അതൊരു 90 ഡിഗ്രി ചെരുവ്, നമ്മളുടെ ഗുണാക്കേവിൻ്റെ അവിടേക്കുള്ള വിട്ട് നിൽക്കുന്ന മലകളില്ലേ, പാറ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ടൈപ്പ് മലകളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത്. അവിടെ ഇപ്പം ഇരുട്ട് കയറി അല്ലെങ്കിൽ നല്ലോണം തിരിഞ്ഞാൽ. സോ ഇതാണ് പറഞ്ഞ വ്യൂ പോയിൻ്റ് അല്ലേ. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ താഴെ കാണുന്നില്ലേ രാഗ, ഇതാണ് കേട്ടോ രാഗ എന്ന് പറയുന്ന ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പറഞ്ഞ കംലെ ഡിസ്ട്രിക്ട്. ഓക്കെ, കംലെ ഡിസ്ട്രിക്റ്റിൻ്റെ തലസ്ഥാനം രാഗ ഉള്ള മൗണ്ടൻ ഇതാണ്. ഡിച്ചോ മോഡ് എന്നാണ് ഇതാ ഒരു മൗണ്ടൻ്റെ പേര്. മോഡ് മീൻസ്
माउंटेन जैसा है ओके आपका नाम क्या है मेरा नाम निमुक्त तुतु है ഓക്കെ आपका ഓക്കെ ഇവർ നമ്മളെ ഉണ്ടല്ലോ കാട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് നൈസ് ടു മീറ്റ് യു ചലേഗാ ഭി ജംഗിൾ പേ ഹേനാ നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഉള്ള ഈ ഒരു ചെറിയ വിസിറ്റ് ഉണ്ടല്ലോ ഫാദർ വൻ സംഭവമാക്കി കണ്ടില്ല നിങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ സ്വീകരിച്ച് ഇതുപോലത്തെ സ്വീകരണം നമുക്ക് നമ്മളുടെ മണിപ്പൂരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ അന്ന് നമ്മളുടെ പ്രഭാകരനായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ രാവിലെ ഇറങ്ങി അന്ന് വണ്ടി ഒന്ന് ആക്സിഡൻ്റൊക്കെ ആയി ഒരു വണ്ടിയുടെ മുമ്പിലൊക്കെ ഉരുണ്ട് വീണ് കാട്ടിലൊക്കെ ചെല്ലുമ്പോൾ പാലമൊക്കെ പൊട്ടിപ്പോയതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ പിള്ളേരെയൊക്കെ കൂട്ടി ഫാദർ അന്ന് അവിടെ വലിയൊരു വെൽക്കം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു വെൽക്കമിങ് അതേപോലെ തന്നെ ഇന്നും എനിക്ക് ആ ഒരു ഫീൽ വന്നേ ഇപ്പോൾ വന്ന രണ്ടുപേരില്ല അവർ ഒഫീഷ്യലി ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളെ വിളിച്ചു കൊണ്ടുവന്നതാണ് അവരാണ് നമ്മളെ കാട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക്